പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണം ഉണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ് വായിച്ചത്. അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. ഹല്ലേലൂയ, നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ബലമുള്ളൊരു പട്ടണമുണ്ട്. രക്ഷയെന്ന് പറയുന്നൊരു കോട്ടയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സകല ജനവും ചിന്തിക്കേണ്ട കാര്യമാണ്, നമുക്ക് ഉറപ്പുള്ള ബലമുള്ള ഒരു കോട്ടയം വേണമെന്നുള്ളത്. ഉറപ്പുള്ളതും ബലമുള്ള കോട്ടയും എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇളകിപ്പോകുന്നതാണ്. ഇളകാത്ത കോട്ട എന്ന് പറയുന്നത് രക്ഷയുടെ കോട്ടയാണ്. അത് കർത്താവിൽ നിന്നും പ്രാപിക്കുന്നതാണ്. അപ്പൊ രക്ഷയുടെ ആ കോട്ടയ്ക്കകത്ത് ഇളക്കം വരാതെ ഉറപ്പോടുകൂടി നിന്നെങ്കിൽ മാത്രമേ ഇളകാത്ത രാജ്യമായിരിക്കുന്ന നിത്യമായ ആ രാജ്യം, സ്വർഗരാജ്യത്തിൽ എനിക്കും നിങ്ങൾക്കും ചെന്ന് പറ്റാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ജനം അല്ലെങ്കിൽ ആ കാലങ്ങളിൽ യഹൂദദേശത്തിൽ പാട്ട് പാടും എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലും ചെങ്കടൽ കടന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ ഇവിടെയും ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു അനുഭവമാണ് യെശയ്യാ പ്രവാചകൻ ആമേൻ തന്റെ പ്രവചനത്തിന്റെ ആത്മാവിൽ താൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. ഇസ്രായേലും പ്രവാസത്തിലാണ്, പ്രവാസ ജീവിതമാണ്. 70 വർഷത്തെ അവിടെ പ്രവാസ ജീവിതം കഴിഞ്ഞ് അവർ യഹൂദ ദേശത്തേക്ക് വരുമ്പോൾ ഈ പാട്ടുപാടും. ഹല്ലേലൂയ, സ്തോത്രം. ഈ പാട്ടുപാടും. അവർക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. മാത്രമല്ല രക്ഷയുടെ കോട്ടയുണ്ട്, രക്ഷയുടെ മതിലുകളുണ്ട്, കൊത്തളങ്ങളുണ്ട്. പിന്നെ അവർക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ടോ? അല്ലെങ്കിൽ രക്ഷയുടെ മതിലുകൾക്കകത്താണോ, രക്ഷയുടെ കോട്ടയ്ക്കുള്ളിലാണോ നിൽക്കുന്നത്? ഹല്ലേലൂയ. രക്ഷയെന്ന് പറയുന്നത് ലോകത്തിൽ ആർക്ക് തരാൻ കഴിയുന്നതോ മതങ്ങൾക്ക് തരാൻ കഴിയുന്നോ, മത നേതാക്കന്മാർക്കോ, ഇവിടുത്തെ സാമൂഹിക സംസ്കാര ചരിത്ര മാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്നവർക്കോ, സയന്റിസ്റ്റുകൾക്കോ, എഞ്ചിനീയർമാർക്കോ, ഇവിടുത്തെ ഭരണപ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും രക്ഷയുടെ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ മതിലുകൾ, രക്ഷയുടെ കോട്ട തരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നാഥനില്ല കളരി പോലെയാ. കാവൽ ഗവൺമെന്റാ. ദിവസങ്ങൾ എത്രയാ നാഥനില്ല കളരി. നാഥനില്ല കളരിയുടെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ പോലെ എങ്ങനെയാണെന്ന്. അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി തമ്മിലിടിച്ച് കലഹം സൃഷ്ടിച്ച് ആ മനുഷ്യന്റെ മനസ്സിനെ ഇവരെ മടിപ്പിക്കുന്ന, ജനത്തിൽ നിന്ന് വെറുപ്പ് വാങ്ങുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ ബലമുള്ളൊരു പട്ടണമില്ല. കേരളം ബലമുള്ളൊരു പട്ടണമല്ല. അല്ലെങ്കിൽ സ്തോത്രം. ഇന്ത്യ ബലമുള്ളൊരു പട്ടണമല്ല. ലോകരാജ്യങ്ങൾ ബലമുള്ളൊരു പട്ടണമല്ല. ഇവിടെ രക്ഷയുടെ മതിലുകളോ കൊത്തളങ്ങളോ ഇല്ല. അധികാരത്തിന് വേണ്ടി ഏത് മനുഷ്യൻ കിടന്ന് കടിപിടി കൊട്ടു. ഒരു എല്ലും കഷ്ണത്തിന് 2 നായ്ക്കൾ കിടന്ന് കടിപിടി കൂട്ടുന്നത് പോലെ മനുഷ്യർ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിലാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ യഹൂദദേശത്തിൽ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, രക്ഷയുടെ മതിലുകളുണ്ട്, കൊത്തളങ്ങളുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് പറയുവാനുള്ള സന്ദേശമാണത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, രക്ഷയുടെ അനുഭവത്തിലേക്ക് നീ വന്നു കഴിയുമ്പോൾ, മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, നീ ദൈവത്തിന്റെ മകനായി മകളായി മാറുമ്പോൾ നിനക്ക് ബലമുള്ളൊരു പട്ടണം ഉറപ്പാകുക. നീ ആ ബലമുള്ള പട്ടണം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യമാണ്, ഈ ഭൂമിയല്ല. രക്ഷയുടെ കാമയല്ലേ മതിലുകൾ. കർത്താവിന്റെ രക്ഷയുടെ മതിലുകൾക്കകത്ത കൊത്തളത്തിലേക്ക് നീ സ്ഥിരമായി നീ ഉറപ്പിക്കപ്പെടുകയാണ്. നിന്നെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് നീയും ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവത്തിന്റെ വചനം. അന്നാളിൽ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. ഹല്ലേലൂയ.
പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടക്കുന്ന ഈ ലോകത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വീണ് മനക്കലങ്ങി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഈ ഗ്രാം വിളിക്കുന്ന സിന്താവ വിളിക്കുന്ന രാഷ്ട്രീയക്കാരെ ഓടി പിടിച്ച് അവർക്ക് വേണ്ടി ചാകാൻ നടക്കുന്ന സഹോദരൻ, നീ രക്ഷയുടെ മതിലുകൾക്കകത്ത് നീ ഇതിന്റെ ജീവിതം ഉറപ്പിച്ചിട്ടുണ്ട്. വില ഒരു പട്ടണം നിനക്കുണ്ടോ? രാഷ്ട്രീയക്കാർ മാറിപ്പോയി. അവർക്ക് പോക്കറ്റ് ഉയർന്നവരുടെ കുടുംബങ്ങളെ നന്നാക്കണം, സുഖിച്ച് പുളച്ച് ജീവിക്കണം. ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് വിയർപ്പിന്റെ വില അറിയാമോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് വിയർപ്പിന്റെ വില അറിയാമോ? അധികാരത്തിന്റെ കസേരയിരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് വിയർപ്പിന്റെ വില അറിയാം? ഒരുത്തനും വിയർപ്പിന്റെ വില അറിയത്തില്ല. അവർ AC റൂമിലിരിക്കുന്ന AC കാറിൽ യാത്ര ചെയ്യുന്നു. വാദോരാതെ അമ്മ കാപട്യങ്ങൾ അമ്മ വിളിച്ചു പറയുന്നു. എൻ്റെ വിയർപ്പിന്റെ വില അറിയാത്തവന്മാര് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരായി മാറിയാൽ എങ്ങനെയിരിക്കും? എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് സകല ജനത്തിന്റെ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. ഹൃദയങ്ങളെ അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനാ. നിന്റെ ആവശ്യങ്ങളെ അറിയുന്നവനാ. നിന്റെ സ്ഥിതിയെ അറിയുന്നവനാ. നിനക്ക് എന്ത് വേണം, നിനക്ക് എന്താണ് ആവശ്യവും നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവനാ യേശു. എൻ്റെ എന്നെ മുഴുവൻ അറിയാവുന്ന ഒരു കർത്താവിനാ. എന്നെ മുഴുവൻ എൻ്റെ മാതാവ് പിതാവിനും അറിയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവി, നിന്നെ മുഴുവനായി അറിയുക. നിന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും ബന്ധുപുത്രാദികൾക്കും സ്വന്തം സഹചാരികൾക്കോ നിന്റെ സ്നേഹിതർക്കോ ഉടയവർക്കോ ഉറ്റവർക്കോ നിന്റെ മിത്രങ്ങൾക്കോ നിന്റെ ഫ്രണ്ട്സിനോ നിന്റെ ചാങ്കിനോ ഒന്നും നിന്നെ മുഴുവൻ അറിയാൻ കഴിയില്ല. നിന്നെ അറിയുന്നവൻ യേശു മാത്രമാണ്. കാരണം അവനാണ് നിന്റെ സൃഷ്ടാവ്, അവനാണ് നിന്റെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് നിന്റെ ഭർത്താവ്. ഹല്ലേലൂയ. അവന്റെ കരങ്ങൾ കൊണ്ട് നനച്ച അവന്റെ ജീവശ്വാസം നിന്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നിന്നെ രാവുകളില്ലാതെ നിയന്ത്രിച്ച് സൂര്യനും ചന്ദ്രനെ തന്ന് പകലും രാത്രിയും വെളിച്ചം തന്ന് നിനക്ക് ശ്വസിക്കാനുള്ള വായു തന്ന് നിനക്ക് ഭക്ഷണം തന്ന് വെള്ളം തന്ന് നിന്നെ പോറ്റി പുലർത്തുന്നവൻ സൃഷ്ടാവായ ദൈവം യേശുക്രിസ്തു ആയതുകൊണ്ട് നിന്നെ മുഴുവൻ അറിയുന്നവൻ യേശുവാണ്. അതുകൊണ്ട് നമുക്കും പാട്ടുപാടുവാൻ കഴിയണം. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ ആ പ്രവാസത്തിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ രക്ഷയുടെ മതിലുകൾക്കകത്ത് ബലമുള്ള പട്ടണത്തിലേക്ക്, ആ കൊത്തളങ്ങളിലേക്ക് നീ എത്തിക്കഴിയുമ്പോൾ നീ ദൈവത്തെ പാടി സ്തുതിക്കണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞാൽ വചനം പറയുകയാണ്. അല്ലെങ്കിൽ ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ആമീൻ, ഞാൻ ഇന്നും നിന്നെ സർവദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്രവാതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കരുതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം നമ്മെ ദേശത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ദേശത്തിന്റെ കാവൽക്കാരായി, ദേശത്തിന്റെ കോട്ടയായി വെച്ചിരിക്കുക. യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ കോട്ടയിൽ, രക്ഷയുടെ മതിലുകൾക്കകത്ത് കൊത്തളങ്ങളിലേക്ക് വന്ന ഉറപ്പുള്ള പട്ടണത്തിലേക്ക് നിന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് വെച്ചിരിക്കുന്ന നിന്നെ ദൈവം ദേശത്തിന്റെ കോട്ടയായി വെച്ചിരിക്കുകയാണ്. നമുക്ക് മുമ്പ് കടന്നുപോയി ആയിരക്കണക്കിന് വിശുദ്ധന്മാരുണ്ട്, കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ രക്തസാക്ഷ്യം ഭരിച്ചവരൊക്കെ അവർ ദേശത്തിന്റെ കോട്ടയായിരുന്നു. ഹല്ലേലൂയ. കാലാകാലങ്ങളായി വന്നപ്പം തലമുറയായി മാറി വന്നപ്പം തലമുറയായി ഈ ദൈവം എന്നെ നിങ്ങളെയും ആമീൻ ദേശത്തിന്റെ കോട്ടയായി കാവൽക്കാരായി ദൈവം നമ്മെ നിയമിച്ചിരിക്കുക. ഹല്ലേലൂയ. പ്രവാചകനോട് ദൈവം പറഞ്ഞ വാക്കുകളുടെ വില നാം മനസ്സിലാക്കുമ്പോൾ, മാധുര്യം മനസ്സിലാക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ നിൽക്കുന്ന ഗ്രാമത്തിന്റെ, നിൽക്കുന്ന ടൗണിന്റെ, നിൽക്കുന്ന പട്ടണത്തിന്റെ, ദേശത്തിന്റെ, ഗ്രാമത്തിന്റെ ആമി കാവൽക്കാരൻ അഥവാ ആമി ക്രിസ്തുവിന്റെ മതിലുകൾക്കകത്ത് ആമി മറ്റുള്ളവരെ കൂടെ ഉറപ്പിക്കാൻ ദൈവം നിന്നെ ഒരു കോട്ടയായിട്ട് നിർത്തിയിരിക്കുക. രക്തം ചെയ്യും. നമ്മുടെ കർത്താവ് ആരാല്ലേ? നമ്മുടെ കർത്താവിനെ നമ്മൾ രുചിച്ചറിയണം. സ്നേഹവാനായിരിക്കുന്ന, സ്നേഹനിധിയായിരിക്കുന്ന നമ്മുടെ യേശുവിന്റെ സ്നേഹത്തെ നാം രുചിച്ചറിയണം. യേശുവിന്റെ സ്നേഹത്തോളം വലിയ സ്നേഹി ഉലകത്തിലില്ല. ഭാര്യയ്ക്ക് സ്നേഹത്തിന് പരിമിതികളുണ്ട്, ഭർത്താവിന്റെ സ്നേഹത്തിന് പരിമിതികളുണ്ട്, മക്കളുടെ സ്നേഹത്തിന് പരിമിതിയുണ്ട്, കാമുകന്മാരുടെ സ്നേഹത്തിന് പരിമിതിയുണ്ട്, എല്ലാ സ്നേഹത്തിനും പരിമിതിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന നമ്മുടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്, നമ്മുടെ ആത്മ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന് പരിമിതികളില്ലാതെ സ്നേഹിക്കുന്നതാണ്.
അവൻ പരിമിതികളില്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പാപികളായിരുന്ന ദോഷികളായിരുന്ന വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജീവിച്ച ദോഷവും വ്യഭിചാരമുള്ള തലമുറയുടെ നടുവിൽ പാപത്തിൽ ജീവിച്ച് എന്നെ നിന്നെ തേടിയെത്തുവാൻ, എന്നെ നിങ്ങളെ തേടി പിടിക്കുവാൻ, കാണാതെ പോയതിനെ കണ്ടെത്തുവാൻ, നമ്മെ തോളിലേറ്റിയ ബലമുള്ള പട്ടണത്തിൽ രക്ഷയുടെ മതിലുകൾക്കകത്ത് കോട്ടയ്ക്കുള്ളിൽ ആക്കാൻ വേണ്ടിയിട്ട് പരിമിതികളില്ലാത്ത സ്നേഹവുമായി യേശു കർത്താവ് 2026 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. അവൻ മനുഷ്യനെ മുഴുവൻ സ്നേഹിച്ചു. യേശു മനുഷ്യനെ മുഴുവൻ സ്നേഹിച്ചു. നമുക്കങ്ങനെ സ്നേഹിക്കാൻ, നമുക്ക് മനുഷ്യരെല്ലാം സ്നേഹിക്കാൻ കഴിയുമോ? നമ്മൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും നിറം പറഞ്ഞും വിദ്യാഭ്യാസം പറഞ്ഞും പാരമ്പര്യം പറഞ്ഞും പണം പറഞ്ഞും നമുക്ക് ഇല്ലാത്തതൊന്നുമില്ല. മനുഷ്യൻ സ്വാർത്ഥനാണ്. സ്വാർത്ഥത പറഞ്ഞ് സ്വാർത്ഥതയിൽ ജീവിക്കുന്നവൻ. യേശു സ്വാർത്ഥതയുള്ളവനല്ല, അവൻ പരിമിതികളില്ലാത്ത സ്നേഹം തരുന്നവനാണ്. യേശുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ വന്നാൽ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ എത്ര ഭാഗ്യവാനാണ്. യേശുവിന്റെ സ്നേഹം നിനക്കില്ലാത്തത് കൊണ്ട്, യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടെടുത്ത് രക്ഷയുടെ കോട്ടയാകുന്ന മതിലുകൾക്കകത്ത് കൊത്തളങ്ങൾക്കകത്ത് നീ വരാത്തത് കൊണ്ട്, നീ ഉറപ്പുള്ള ബലമുള്ള പട്ടണത്തിൽ ഇന്നുവരെ എത്തിച്ചേരാത്തതുകൊണ്ട് നിന്റെ ഭവനം അല്ലെങ്കിൽ കാറ്റ് തുലയുന്നത് പോലെ ഉലഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ നഗരം, നിന്റെ ദേശം, രാജ്യം ഉലഞ്ഞുകൊണ്ടിരിക്കുക. ആടി ഉലയുന്ന കപ്പൽ പോലെ നീ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? നിനക്ക് ബലമുള്ളൊരു പട്ടണത്തെ ഇന്നുവരെ സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. രക്തം ചെയ്യും. ഞങ്ങൾക്ക് ബലമുള്ള പട്ടണത്തെ സ്വന്തമാക്കില്ല. കാലാകാലങ്ങളായി നിങ്ങളെപ്പോലെ ജീവിച്ച് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ ജീവിച്ച ഞങ്ങളെ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ വീണ്ടെടുത്തു, നിന്നെ ഞാൻ രക്ഷിച്ചു, രക്ഷയുടെ കോട്ടയ്ക്കുള്ളിൽ രക്ഷയുടെ മതിലുകൾക്കകത്ത് കൊത്തളത്തിൽ നിന്നെ കൊണ്ടുവന്ന് ബലമുള്ളൊരു പട്ടണം ഞാൻ നിനക്ക് തന്നു. അത് ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ്. അതുകൊണ്ട് നീ പാട്ട് പാടണം, കർത്താവിന് വേണ്ടി പാടണം. ഇസ്രായേലിന്റെ അടിമത്തത്തെ കിടന്ന് ഇസ്രായേലും പുറപ്പെട്ടു വന്ന് ചെങ്കടൽ കിടന്നപ്പോൾ മിരിയാം അടക്കമ്പോൾ തപ്പെടുത്ത് ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ സ്തോത്രം. നമ്മുടെ ദൈവത്തെ പാടി സ്തുതിക്കണം. രക്തം ചെയ്യാം. ഇന്ന് നിന്റെ കുടുംബവും ഇളകുന്ന കുടുംബമല്ലേ? നിന്റെ കുടുംബത്തിന് സ്ഥിരതയുണ്ടോ? എന്നും പ്രശ്നമല്ലേ? എന്നും വെല്ലുവിളിയല്ലേ? എന്നും കണ്ണുനീരല്ലേ? സഹോദരന്മാർ തമ്മിൽ ഒത്തൊരുമിച്ച് വസിക്കാൻ പറ്റുന്നുണ്ടോ? സഹോദരി സഹോദര, 133 സങ്കീർത്തനം എന്താണ് പറയുന്നത്? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭമനോഹരം. നിന്റെ കുടുംബത്തിലെ അവസ്ഥയുണ്ടോ? എന്നെ കേൾക്കുന്നതോ, നിന്റെ ആരുടെയെങ്കിലും കുടുംബത്തിൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നതുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിലില്ല കേട്ടോ. ഞങ്ങൾക്ക് വിശ്വാസം, ഞാൻ ദൈവസഭയിൽ നിൽക്കുന്നു, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിച്ച് ബലമുള്ളൊരു പട്ടണത്തിൽ അവർക്ക് ഇന്നും പറക്കാൻ കഴിയാത്തവരുണ്ട്. രക്ഷയുടെ കോട്ടയ്ക്കുള്ളിൽ വരാത്തവരുണ്ട്. രക്ഷയുടെ മതിലുകൾക്ക് കൊത്തളങ്ങൾക്ക് വരാത്തവരുണ്ട്. അതുകൊണ്ട് കുടുംബം ഉലയുന്ന കുടുംബം ഏത് സമയത്തും തകരും. ഏത് സമയത്തും വീണ് പോകുന്ന അവസ്ഥയിൽ എന്റെ കുടുംബ സഹോദരന്മാർ തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ, അപ്പൻ അമ്മ മക്കൾ തമ്മിൽ കുടുംബത്തിനകത്ത് സ്നേഹം പുലർത്തുവാൻ കഴിയുന്നുണ്ടോ? പാപത്തിന്റെ അടിമത്തിന് വിടിവിച്ച് ബലമുള്ളൊരു പട്ടണത്തിൽ നീ എത്തിയിട്ടുണ്ടോ? യേശുവിന്റെ കോട്ടയ്ക്കുള്ളിലാണോ നീ? അല്ലെങ്കിൽ മാനസാന്തരം മടങ്ങുന്ന കാലം ഇനി അധികമില്ല. ലോകത്തിന്റെ സുഖം തേടി പോകുന്ന ശ്രോതാവി, ലോകത്തിന്റെ ഇമ്പങ്ങൾ തേടി പോകുന്ന ശ്രോതാവി, ലോകത്ത് നിനക്ക് കിട്ടുന്ന സുഖവും സന്തോഷവും സമാധാനവും, ലോകത്ത് കിട്ടുന്ന പരിചരണങ്ങളുമാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിച്ച് നീ പോകുന്നെങ്കിൽ, നീ സാത്താന്റെ കൈയാണെങ്കിൽ നിനക്ക് വരാൻ പോകുന്ന നിത്യമായ ന്യായവിധി നരകക്കടല. കെടാത്ത തീയും ചാകാത്ത പുഴുള്ള നരകാത്തിയിലേക്ക് നീ പോയി അവിടുന്ന് നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ നിന്റെ നിത്യത മുഴുവൻ കെടാത്ത തീയിലായിരിക്കും. അതുകൊണ്ടാണ് പാപത്തിന്റെ അന്ധകാരത്തിൽ വീട് കിടന്ന എന്നെ നിന്നെ രക്ഷയുടെ മതിലുകൾക്കകത്ത് കോട്ടയ്ക്കുള്ളിൽ കൊത്തളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഉറപ്പുള്ളൊരു പട്ടണം നിനക്കുണ്ടെന്ന് കർത്താവ് വേദപുസ്തകത്തിൽ വെളിപ്പെടുമ്പോൾ ഇത് കാലാകാലങ്ങളായി വിളിച്ചു പറഞ്ഞിട്ട് നിന്റെ ചെവിയിൽ കയറാതെ ഹല്ലേലൂയ നീ ഇതിനെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് തിരിച്ചറിയും. ഹല്ലേലൂയ. ക്രൈസ്തവ വിഭാഗത്തിന് വരാൻ പോകുന്ന ന്യായവിധി അതിഭയാനക. അവര് പലതിനെങ്കിലും വിളിച്ചും പറഞ്ഞും ചൊല്ലിയും നടക്കുക. ഹല്ലേലൂയ. വേണമെങ്കിൽ അവർ എവിടെ വേണേലും പോകും. പക്ഷെ ബലമുള്ള പട്ടണത്തിൽ ഇതുവരെ ക്രൈസ്തവർ എത്തിയിട്ടില്ല. രക്ഷയുടെ മതിലുകൾക്കകത്തോ രക്ഷയുടെ കൊത്തളങ്ങളിൽ അവർ ഇതുവരെ എത്തിയിട്ടില്ല. ഉറപ്പുള്ള പട്ടണം അവർക്ക് എന്താണെന്നറിയില്ല. ഇളകുന്ന പട്ടണത്തിനകത്ത് നിന്നുകൊണ്ട് ആടി ഉലയുന്ന കപ്പലുകൾ പോലെ ക്രൈസ്തവ സമൂഹം തകർന്നുകൊണ്ടിരിക്കുക. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ
ഇന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾക്കകത്ത് നിനക്കൊരു മോചനം യേശു തരും. ഹല്ലേലൂയ. അപ്പൊ യേശു ആണ് ഈ ബലമുള്ള പട്ടണം നിങ്ങൾ വിശ്വസിക്കണം. യേശു എന്ന് പറയുമ്പോൾ സൃഷ്ടാവാണ്, സൃഷ്ടാവിന്റെ വാസസ്ഥലം സ്വർഗമാണല്ലോ, സ്വർഗം ബലമുള്ള പട്ടണമാണ്. അത് കിട്ടണമെങ്കിൽ യേശുവിലൂടെ തന്നെ വരണം. അല്ലേ? അപ്പൊ യേശു എന്ന വാക്കിന് രക്ഷകൻ എന്നാണ് അർത്ഥം. യേശു എന്ന വാക്കിന് രക്ഷകൻ എന്നർത്ഥം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നെന്ന് യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ തന്നെ ദൂതന്മാര് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരുപാട് ദൈവങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ല. ഒരുപാട് ദൈവങ്ങളെ, മനുഷ്യ ദൈവങ്ങൾ, ആൾദൈവം, ആണും പെണ്ണുമായിട്ടൊക്കെ ഒരുപാട് ദൈവങ്ങൾ ഓരോ ദിവസവും കൂണ് മുളച്ചു വരുന്നത് പോലെ മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിലാരെങ്കിലും ഏതെങ്കിലും ആൺദൈവങ്ങളോ ആ പെൺദൈവങ്ങളോ ആമീ സകല ജനത്തിലെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്ന് അവരുടെ ജനത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവൻ യേശുവിന്റെ പേര്. ഇത് യേശുവിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. യേശുവാണ് നമുക്ക് രക്ഷ തരുന്നത്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലല്ല, ഇവിടുത്തെ ആമയിലെ തല ഉയർത്തി നിൽക്കുന്ന പ്രൗഢഗംഭീരമായി പണിതുയർത്തി നിൽക്കുന്ന ആകാശത്തോളം മുട്ടി നിൽക്കുന്ന വലിയ പ്രൗഢഗംഭീരമായ ഗോപുരങ്ങളില്, ദൈവാലയങ്ങളിൽ, മോസ്കുകളിലല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് സ്വർഗാതി സ്വർഗത്തിലാണ്. പ്രൈസലോ. മനുഷ്യ നിർമ്മിതമായ ഒരിടത്തും ദൈവം വസിക്കുന്നില്ല. അല്ലേലിയ. അതുകൊണ്ട് അല്ലേലിയ നമ്മുടെ രക്ഷകന്റെ പേര് യേശു എന്നാണ്. പ്രൈസലോ. അല്ലേലിയ. അപ്പൊ ഇവിടെ രക്ഷകന്റെ പേര് യേശു. അപ്പൊ രക്ഷിപ്പാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പ്രവാചകൻ മുമ്പ് തന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. അപ്പൊ നമ്മുടെ കർത്താവിനെ നമ്മളെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ ചെവിക്ക് കേൾവിക്കുറവില്ല. ഹല്ലേലൂയ. നമ്മൾ എത്ര ചെവി പറഞ്ഞാലും നമ്മുടെ കർത്താവിനെ കേൾക്കാം. അതാണല്ലോ നമ്മൾ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, നമ്മൾ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും, നമ്മൾ ശബ്ദത്തിൽ പ്രാർത്ഥിക്കും, മൗനമായി പ്രാർത്ഥിക്കും. നമ്മുടെ മൗനമായ പ്രാർത്ഥന പോലും കേൾക്കുന്നവനാ യേശു. ഹല്ലേലൂയ. അവന്റെ ചെവി മന്ദമായിട്ടില്ല. നീ എത്ര കൊടിയ പാപിയായിരുന്നാലും, നീ എത്ര കൊടിയ ദുഷ്ടനായിരുന്നാലും, നീ ഏതെങ്കിലും തീവ്രവാദ ഭീകരവാദ സംഘടനയിൽ വർഗീയവാദികളുടെ സംഘടനയിൽ നീ അകപ്പെട്ടാലും, അല്ലെങ്കിൽ നീ ഏതെങ്കിലും നിനക്ക് പോലും പൊറുക്കാൻ പറ്റാത്ത പാപത്തിന്റെ ആഴത്തിൽ നീ വീണ് കിടന്നാലും, ഹല്ലേലൂയ, നിന്നെ രക്ഷിപ്പാൻ യേശുവിന് കഴിയും. പ്രൈസലോ. നിന്റെ ഏത് പാപങ്ങളെയും ക്ഷമിക്കുന്നവൻ യേശുവാണ്. അതാണ് രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ടും യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ട് എന്റെ കർത്താവിന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയുള്ളൂ, മന്ദമായിട്ട് നിന്റെ ഓരോ നിലവിളിയും കേൾക്കുന്നതാണ് എന്റെ ദൈവം. പ്രൈസലോ. എന്നിട്ട് നീ മടങ്ങി വരുന്നില്ല. എന്നിട്ട് ഈ രക്ഷയുടെ മതിലുകൾക്കകത്ത്, രക്ഷയുടെ കൊത്തളങ്ങളിലേക്ക് നീ വരുന്നില്ല. ഉറപ്പുള്ളൊരു പട്ടണം നീ ആഗ്രഹിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്? കർത്താവ് യെശയ്യാ പ്രവാചകൻ 59-ാമത്തെ 2-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങളത്രയും അവൻ കേൾക്കാതെ കൊണ്ടും അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ പാപമാണ്, നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളുടെ ഗുണങ്ങളാണ്, നിങ്ങളുടെ ജീവിത രീതിയാണ്, നിന്റെ സംസാരമാണ്, നിന്റെ പ്രവൃത്തിയാണ് ദൈവം കേൾക്കാതെ വണ്ണം നിനക്ക് പാപമോചനം ഇല്ലാതെ വരുന്നത്. അതാ പറയുന്നത്, നിങ്ങളുടെ ദൈവമായ നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങൾ വിട്ട് മടങ്ങണം. മനുഷ്യന്റെ അകൃത്യം എന്ന് പറയുന്നത് അത് ചില അണലി വിഷം പോരാ. രക്തഞ്ചയം. പ്രൈസലോ. ഹല്ലേലൂയ. ആരോടും ദയ കാണിക്കാത്ത, കരുണ കാണിക്കാത്ത, മനസ്സറിവ് കാണിച്ച അകൃത്യങ്ങൾ ചെയ്യുന്ന നീചകാര്യങ്ങൾ, നീചമായി ചെയ്യുന്നവർ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ കാണിച്ച ചില ജനങ്ങൾക്ക് വെറും ക്രൂരന്മാരെ കണ്ടിട്ടില്ല, നീചന്മാരായിരിക്കും, ദൂഷ്ടന്മാർ. ഹല്ലേലൂയ.
നിനക്ക് വരാൻ പോകുന്ന അവസാനം എന്താണെന്ന് നിനക്കറിയോ? അല്ലെ, കർത്താവ് നിന്നെ ന്യായം വിധിക്കും. അല്ലേ, ആ ന്യായം വിധിക്കും നിനക്ക് നിത്യ നരക കടല്. അല്ലേ, ഇവിടെ നിന്റെ തണ്ടും തണ്ടിടും ഒക്കെ നീ കാണിച്ചില്ല. ഇവിടെ നിന്റെ തണ്ടും തണ്ടിടും 6 അടി മുളവടി ഉറുവടിയൊക്കെ വെച്ച് വടിവാളുകളൊക്കെ വെച്ച്, അല്ലേലിയ, നീ ഇവിടെ ജനത്തെ ആണ്ടിച്ച് തകർത്ത് പൊട്ടിച്ച് വെട്ടി നുറുക്കി രക്തം ചൊരിഞ്ഞ് നീ അതിനകത്താറാടി ഉല്ലസിച്ച് മതച്ചു കുളച്ച് നടക്കുന്ന സ്വഭാവി, എന്നെ കേൾക്കുന്ന രാഷ്ട്രീയക്കാര, എന്നെ കേൾക്കുന്ന മത മേധാവി, നീ എത്ര വലിയ പ്രഗത്ഭനായിരുന്നാലും, നീ എത്ര പ്രകമ്പനം ഉള്ളവനായാലും, പേരും പ്രശസ്തിയൊക്കെ നിനക്കുണ്ടെങ്കിലും ദൈവം നിന്നെ ന്യായം വിധിക്കും. പ്രേക്ഷകർ, മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കണം. ജാതി നോക്കാതെ, നിറം നോക്കാതെ, മതം നോക്കാതെ, പണം നോക്കാതെ, വിദ്യാഭ്യാസം നോക്കാതെ, സൗന്ദര്യം നോക്കാതെ, കുലമഹിമകൾ നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കണം. വഴിയിൽ കിടക്കുന്ന യാചകനെ തൊട്ട് കൊട്ടാരത്തിൽ വരെ വസിക്കുന്ന കോടീശ്വരനെ വരെ സ്നേഹിക്കാൻ കഴിയണം. പ്രേക്ഷകർ, ഞാൻ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പം എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ചില യാചകർക്ക് ചായ കുടിക്കാൻ പൈസ ഉണ്ട്. എൻ്റെ ഏരിയ എന്നോട് ചോദിക്കൊന്നും വേണ്ട. ചിലപ്പോൾ ഞാൻ പോകുമ്പോൾ യാചകരെ കണ്ട വേട്ടെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു മനസ്സിലൊക്കെ തോന്നുമ്പോൾ ഞാൻ കയ്യിൽ നിന്ന് ചിലപ്പോൾ 10 20, ഇപ്പം 10 രൂപ ചായ കിട്ടും. ഇപ്പം കൊടുത്താൽ 20 കൊടുക്കണം. പണ്ട് 10 രൂപ കൊടുത്തവർക്ക് ചായ കിട്ടുമായിരുന്നു. ഇപ്പം 10 രൂപ ചായ കിട്ടുന്നത് ചായ കിട്ടത്തില്ല. എല്ലാ കണ്ടിലും 15 ഒക്കെ ആക്കി മാറ്റി. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു യാചകന് കൊടുത്താൽ 20 രൂപ കൊടുക്കണം. നമ്മൾ അവർക്കൊരു 20 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് അവരോട് സ്നേഹമുണ്ട്, അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്. അല്ലേ, ചിലപ്പോൾ ഭ്രാന്തനായിരിക്കും, യാചകനായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ വേഷങ്ങളും വേഷഭൂഷാദികളും നമ്മൾ പോകുന്ന പോലെ നല്ല കുളിച്ചൊരുങ്ങി നല്ല ഉടുപ്പും പാൻറ്റും ഒക്കെ ഇട്ട് നല്ല ഫെയർവെൽ മേടിച്ച് നല്ല പൗഡറൊക്കെ അടിച്ച് മിന്നിത്തിളങ്ങുന്ന രീതിയിലൊന്നും അല്ല അവരവിടെ ഇരിക്കുന്നത്. അവർ ദിവസമായി കാണാൻ കുളിച്ചിട്ട് നനച്ചിട്ട് പല്ല് തേച്ചിട്ട് മുടി വെട്ടിട്ട് ഷേവ് ചെയ്തിട്ട് അവർക്ക് നല്ല വസ്ത്രം ധരിക്കാനില്ല, പെർഫ്യൂം ഇടാനില്ല, അവർക്ക് നല്ല വീടില്ല, കാറില്ല. അവരുടെ കിടപ്പ് വഴിയോരത്താണ്, ഫുട്പാത്തിലാണെങ്കിലും അവനെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ ദൈവവിശ്വാസി. അവനെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ ദൈവവിശ്വാസി. അല്ലാതെ നിന്റെ പ്രൗഢിയിലൊന്നും അല്ല നീ വലിയ ഭക്തനാകുന്നത്. സ്തോത്രം, പ്രൈസ്. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കും. വലിയ ഗോപുരങ്ങൾ നിങ്ങളെ ജയിക്കത്തില്ല. ഏത് ഗോപുരങ്ങൾ? പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കത്തില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ഗോപുരങ്ങളുണ്ട്, പാതാള ഗോപുരങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പത്രോസ് പറയാണ്, നീ പത്രോസാകും, നീ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയും. ഈ വചനം ക്രൈസ്തവർക്ക്, കത്തോലിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ കത്തോലിക്കനായിരുന്നു. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചു, അമ്മയെ പറഞ്ഞു വരും, പത്രോസ് പാറയാകുന്നു, പത്രോസാകുന്ന പാറയിൽ വീട് പണിയുന്നതാണ്, പള്ളി പണിയുന്നതാണ്. ഹല്ലേലൂയ. പത്രോസാകുന്ന പാറയിൽ സഭയപ്പെടുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും വിവരമില്ലായിരുന്നു. വിവരമില്ലാത്തതുകൊണ്ട് വിവരമില്ലാത്ത ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് ഞങ്ങളും വിവരം കെട്ടവരായി നടന്നു. അല്ലെങ്കിൽ വിവരദോഷികൾ എന്ന് പറയും, പരിജ്ഞാനമില്ലാത്തവർ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി പിതാവുമായി സ്വീകരിച്ച് ദൈവവചനം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, പത്രോസ് അല്ല പാറ. അല്ലല്ല, പത്രോസിനോട് യേശുവര നീ പത്രോസ് ആകും. എന്നിട്ട് യേശുവര ഈ പാഠം എന്ന ക്രിസ്തു എന്ന പാഠമേ ഞാനെന്റെ സഭയിൽ പണി. ഇന്നും കത്തോലിക്കിന് ചോദിച്ചാൽ, ക്രൈസ്തവോട് ചോദിച്ചാൽ പറയും, പത്രോസ് എന്ന പാറമേൽ ദൈവം സഭയിൽ പണി, പത്രോസാണ് പാറ, പത്രോസാണ് പണി. ഈ അടുത്ത ദിവസം എന്നോടാണ് അങ്ങനെ സംസാരിച്ചു. ഒരു വലിയ വിശ്വാസിയായിട്ട് സംസാരിക്കുന്നു. മതം പറഞ്ഞു, വലിയ പള്ളിക്കാരനാ, പുള്ളി ഭയങ്കര പ്രകൽപ്പനൊക്കെയാണ്, എപ്പം കണ്ടാലും പുള്ളിക്ക് സംശയമാണ്. പത്രോസിന്റെ പേര് ദൈവം സഭയിൽ പണി. ഞാൻ പറയാം, പത്രോസിന്റെ പേരൊന്നും ദൈവം സഭയിൽ പണിതിട്ടില്ല. പത്രോസിന്റെ പേരൊന്നും സഭയിൽ പണിതില്ല. ക്രിസ്തുവാകുന്ന പാറമേ ദൈവം സഭയിൽ പണിതിട്ടുണ്ട്. അതിന് പത്രോസിനെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. പെന്തക്കോസ്ത് നാളിൽ പത്രോസിനെ ഒരു മുഖാന്തരമാക്കി മാറ്റി. ഞാനതിട്ട് വാക്യങ്ങളൊക്കെ കാണിച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ മനസ്സിലാക്കി ഞാൻ പിന്നെ നിങ്ങളെ പുരോഗതിനോട് ചോദിച്ചു, അയക്കാൻ അറിയാക്കി പറഞ്ഞ്, ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആരോടും ചോദിച്ചു. ഇല്ലെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ വ്യാഖ്യാനങ്ങളും പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അതെടുത്ത് വായിച്ചാൽ മതി, മനസ്സിലാകും. അല്ലേ യേശോദം. അപ്പൊ ഇവിടെ ദൈവ മക്കൾക്ക് വിരുദ്ധമായി അനവധി പാതാള ഗോപുരങ്ങളുണ്ട്. പാതാള ഗോപുരം സാത്താൻ ശക്തികളുണ്ട്. ഈ ദൈവമക്കളെ തകർക്കുന്ന പാതാള ഗോപുരങ്ങൾ ഒന്നിവിടുത്തെ ബീവറേജ്. സർക്കാരിന്റെ ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കുന്ന ബീവറേജ് എന്ന് പറയുന്ന പാതാള ഗോപുരമാണ്.
സർക്കാർ ഏറ്റവും കൂടുതൽ ടാക്സ് മേടിക്കുന്ന അല്ലെങ്കിൽ ബാർ എന്ന് പറയുന്ന പാതാള ഗോപുരമോ, കള്ള് ഷാപ്പ് ഒരു പാതാള ഗോപുരമോ, വ്യഭിചാരശാല പാതാള ഗോപുരം, ചൂതാട്ട കേന്ദ്രങ്ങൾ, ചീട്ടുകളി കേന്ദ്രങ്ങളിൽ അസന്മാർഗമായി എല്ലാം നടക്കുന്ന പലിശ, കൊള്ളപ്പലിശ, ബ്ലേഡ്, കൈക്കൂലി എന്ന് വേണ്ട സകലതും പാതാള ഗോപുരങ്ങളാണ്. പ്രൈസലോ. അപ്പം ദൈവജനത്തിനും ദൈവമക്കൾക്കും വിരോധമായി വ്യാപരിക്കുന്ന ഒരുപാട് പാതാള ഗോപുരമുണ്ട്. നിന്റെ ആത്മീയ ആരാധനയെ തകർക്കുന്ന, നിന്റെ വിശ്വാസത്തെ തകർക്കുന്ന, നിന്റെ ജീവിത വിശുദ്ധിയെ തകർക്കുന്ന, ദൈവത്തിൽ നിന്നെ അകറ്റിക്കളയുന്ന, വിശ്വാസം നിന്നെ തള്ളിക്കളയുന്ന, വിശ്വാസ ജീവിതത്തിന്റെ പിന്നോക്കം വലിക്കുന്ന പാതാള ഗോപുരങ്ങൾ നിനക്കൊണ്ട് ശ്രോതാവേ. അതുകൊണ്ട് ആ പാതാള ഗോപുരങ്ങളെ നീ ജയിക്കണം. പാതാള ഗോപുരങ്ങളെ ജയിച്ചിട്ട് ഇസ്രായേൽ വലിയ പ്രവാസത്തിന് മടങ്ങി വന്ന് യഹൂദദേശത്തേക്ക് മടങ്ങി വന്ന ഒരു പാട്ടുപാടി, നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, രക്ഷയുടെ മതിലുകളുടെ കൊത്തളങ്ങളുണ്ടെന്ന് ഇസ്രായേലും പാടിയതുപോലെ നീ മടങ്ങി വരണം. പാതാള ഗോപുരങ്ങളുടെ നടുവിൽ നീ മടങ്ങി വരണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ശക്തമായ ദൂത്, ഇന്നും നീ പാതാള ഗോപുരങ്ങൾ അധീനത്തിൽ കിടക്കുക. പാതാള ഗോപുരങ്ങൾ അതിനെ നടത്തുന്ന പാതാള ഗോപുരങ്ങളാണ് നിന്റെ മേൽ ആധിപത്യം. അതുകൊണ്ട് നീ മടങ്ങി വരണം. മടങ്ങി വന്നിട്ട് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് പാപത്തിന് ശുദ്ധീകരണം വരുത്തി പാപത്തിന് രക്ഷിപ്പാൻ രക്ഷയുടെ മതിലുകൾക്കകത്ത് നിന്നെ ആക്കുന്ന യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കാം. പ്രൈസലോ. നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. പ്രൈസലോ. അപ്പം രക്ഷിക്കപ്പെടാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ രക്ഷയുടെ മതിലുകൾക്കകത്ത് കൊത്തളങ്ങളിൽ ഈ ബലമുള്ള പട്ടണത്തിൽ വരാത്തവർ കർത്താവിന്റെ വരയ്ക്കൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്തൊരവസ്ഥ മഹാപരിതാപകരമാണ്. അവർ മരണാനന്തരം ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങും. അവർ ഈ ഭൂമി മരിക്കും. രക്ഷിക്കപ്പെടാത്തവൻ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവൻ, ബലമുള്ള പട്ടണത്തിലേക്ക്, രക്ഷയുടെ മതിലുകൾക്കകത്ത് കൊത്തളങ്ങളിലേക്ക് വരാത്തവൻ, അവൻ മരിച്ചു കഴിയുമ്പോൾ അവർ നിത്യമായ നിത്യമായ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങും. നിത്യമായി അഗ്നിയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക അവരുടെ ഓഹരിയാകും. നിത്യമായി കത്തിക്കൊണ്ടിരിക്കുന്ന തീപ്പൊയ്ക അവരുടെ ഓഹരിയാകും. അനേകർ ക്രൈസ്തവരെ ജീവിച്ച് രക്ഷയെ നിസ്സാരമായി കാണുന്നു. അനേക ക്രൈസ്തവരെ ജീവിക്കുന്നു, പക്ഷെ അവർ രക്ഷയെ നിസ്സാരമായി കാണുന്നു. രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വിട്ടിട്ട് യേശു ക്രിസ്തുവിനെ കൂടാതെ പലരെയും അവർ ചുമന്നുകൊണ്ട് നടക്കുന്നു. എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ, രക്ഷ യേശുവിന് മാത്രമേ തരാൻ കഴിയത്തു. ഇവിടുത്തെ ഒരു മധ്യസ്ഥന്മാർക്കും രക്ഷ തരാൻ കഴിയത്തില്ല. ഒരു ആൾ ദൈവങ്ങൾക്കും, ഒരു മധ്യസ്ഥന്മാർക്കും, ഒരു പുണ്യവാളന്മാർക്കും, ഒരു പുണ്യവതികൾക്കും, ഒരു വാഴ്ത്തപ്പെട്ടവർക്കും, ഒരു വിശുദ്ധനും രക്ഷ തരാൻ കഴിയത്തില്ല. രക്ഷ തരുവാൻ കഴിയുന്നവൻ യേശു ക്രിസ്തു മാത്രം. അതാണല്ലോ നമ്മൾ മത്തായി 1:21 വായിച്ചത്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുന്ന യേശു എന്ന് പേരം വിളിക്കണം. അതുകൊണ്ട് നീ രക്ഷയിലേക്ക് വരണം. മതത്തിന്റെ കെട്ടിലാകരുത്, മതത്തിന്റെ ബന്ധനത്തിലാകരുത്. പ്രൈസ് സ്തോത്രം. മതത്തിന് അടിമയാകരുത്. മതം നിങ്ങൾക്ക് നിൽക്കുന്നിടത്തോ നിങ്ങൾ സമുദായത്തിൽ നിൽക്കുന്ന തെറ്റൊന്നുമില്ല, അത് ഞാൻ തെറ്റു പറയത്തൊന്നുമില്ല. പക്ഷെ നീ മതത്തിന്റെ ബന്ധനത്തിലാകരുത്. സത്യം നീ തിരിച്ചറിയണം. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നതാണല്ലോ യോഹന്നാൻ 8:32 വായിക്കുന്നത്. സത്യം നീ അറിയണം. നീ നിന്റെ മരണാനത നിത്യമായ നരകാന്തിയിലേക്ക്, നരകക്കടലിലേക്ക്, അഗ്നി ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് നീ പോകാതെ സകല ദുഷ്ടന്മാരും കിടക്കുന്ന ആ സ്ഥലത്തേക്ക് നീ നിത്യയാതന, നിത്യ ദുഃഖം, നിത്യ കഷ്ടം നീ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ വെച്ച് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ബലമുള്ളൊരു പട്ടണത്തിലേക്ക് നീ വരണം. ബലമുള്ള പട്ടണത്തിൽ ആ രക്ഷയുടെ മതിലുകൾക്ക് കൊത്തളങ്ങൾക്ക് നീ നിന്നുകൊണ്ട് ഈ ഭൂമി നീ മരിച്ചാൽ നിനക്ക് സന്തോഷത്തോടെ നിത്യമായി സ്വർഗത്തിലെത്താം. അല്ല, രക്ഷപ്പെടാതെ മാനസാന്തരമില്ലാതാണ് നീ മരിക്കുന്നെങ്കിൽ ഒരു കള്ളുകുടിക്കാരന് സ്വർഗത്തിൽ ചെല്ലത്തില്ല. ഒരു കള്ളുകുടിക്കാരനും, ഒരു പുകവലിക്കുന്നവനും, മുറുക്കുന്നവനും, പാൻ മസാല തിന്നവനും, തമ്പാക്കുന്നവനും, ഒരു മയക്കുമരുന്ന് അടിമയും, ഒരു വ്യഭിചാരകനും, ഒരു നുറന്നെടുപ്പുകാരനും, ഒരു കൊള്ളപ്പലിശക്കാരനും സ്വർഗത്തിൽ ചെല്ലാൻ കഴിയത്തില്ലെന്നാണ്. സ്വർഗരാജ്യം അവർ കിട്ടത്തില്ല. അവൻ പാപിയ. സ്തോത്രം. മാനസാന്തരം മടങ്ങി വാ. പ്രവാചകൻ പറഞ്ഞതുപോലെ നീ മടങ്ങി വരണം. വല്ല അന്നാളി അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുമെന്ന്. അതേ, രക്ഷ ഒരു കോട്ടയാണ്. ആ കോട്ടയിലേക്ക് വരണം. പ്രവാസത്തിൽ കിടന്ന ഇസ്രായേലത്തോട് പ്രവാചകനിലൂടെ ശക്തമായ ദൂതുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും ഈ ദൂത് നിന്നോടാണ് സംസാരിക്കുന്നത്.
നിന്റെ മക്കളോട് സംസാരിക്കുന്നത്, നിന്റെ ഭർത്താവിന്റെ ജീവിതത്തോട്, നിന്റെ കുടുംബത്തോട് സംസാരിക്കുന്നത്, നീ ദൂത് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന്. പ്രൈസലോ. അല്ലാതെ ഇവിടെ ചാടി മറിഞ്ഞൊക്കെ നടന്നാലേ അവസാനം നിനക്ക് വരാൻ പോകുന്നത് അല്ലേ ആമേ സ്വർണത്തേരൊന്നും അല്ല, നരകത്തിന് പിശാചയക്കുന്നതാണ്. അവന്റെ ആളുകളായിട്ട് വരുന്നത്. അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം രക്ഷയെ നിങ്ങൾ നിസ്സാരമായി കരുതരുത്. അവരുടെ നിത്യതയെ ഇവിടെ ചെലവാക്കും. രക്ഷിക്കപ്പെടാത്തവൻ, പാപിയായി ജീവിക്കുന്നവൻ, ഇവിടുത്തെ അതിക്രമങ്ങൾ ജീവിക്കുന്നവൻ, മദ്യപാനി, ഇവിടെ വെറുപ്പൂത്ത് ചെയ്ത് ജീവിക്കുന്നവൻ, പിടിച്ചു പറിക്കുന്നവൻ, അതിര് തോണ്ടുന്നവൻ, കലഹം ഉണ്ടാക്കുന്നവൻ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവൻ, മാതാപിതാക്കളെ അടിക്കുന്നവൻ, മാതാപിതാക്കളെ ഓൾട്ടേജ് ഉമ്മിക്കൊണ്ട് തള്ളുന്ന മരുമക്കൾ, മാതാപിതാക്കളെ വഴിയോരത്ത് കൊണ്ട് തള്ളുന്നവർ, അയൽവാസി അടിക്കുന്നവൻ, രക്തം ചൊരിയുന്നവൻ, രാഷ്ട്രീയക്കാരൻ, അല്ല, ഇവരുടെയൊക്കെ അവസാനം എവിടെ? നിത്യ നരകം തന്നെയാണ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന രാഷ്ട്രീയക്കാരാ, നീ കുറച്ച് വേദപുസ്തക വാക്യങ്ങൾ കാണാതെ പഠിച്ചു വെച്ചുകൊണ്ട് നീ രാജനാഴിയ വേർപെട്ട കൂട്ടങ്ങളുടെ പള്ളിയിലും സ്റ്റേജിലൊക്കെ നീ വേദപുസ്തകം വിളിച്ചു പറഞ്ഞുകൊണ്ട് നിനക്ക് രക്ഷ കിട്ടത്തില്ല. നിനക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി, വോട്ട് വാങ്ങി വോട്ട് പിടിക്കാൻ വേണ്ടി, വോട്ട് ശേഖരിക്കാൻ വേണ്ടി, ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നീ ബൈബിളിലെ കുറെ വാക്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് നീ കാണാപ്പാട് വാക്യോട് നീ എന്ന് കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിച്ചതുകൊണ്ട് നിനക്ക് ബലമുള്ള പട്ടണത്തിൽ വരാനോ ആ രക്ഷയുടെ മതിലുകൾക്കകത്ത് കോട്ടയ്ക്കുള്ളിൽ നീ ആകത്തില്ല. നീ മരിച്ചാൽ നിന്റെ അവസാനം നരകത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ നീ വേദപുസ്തകം ശരിക്കും വായിച്ചു പിടിച്ച് എന്നാലും നിനക്ക് മനസ്സിലാകും. അല്ലാതെ വെള്ളം ധരിച്ച് വെള്ള കതറിട്ടുകൊണ്ട് വെള്ളം കുപ്പായി വിട്ടുകൊണ്ട് അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇന്ന് ബന്ധക്കൂസുകാർ അല്ലെങ്കിൽ വേർപെട്ട കൂട്ടങ്ങൾ ക്രൈസ്തവരുടെ ആ പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചതുകൊണ്ട് നിനക്ക് നിത്യത കിട്ടത്തില്ല. നീ പാപിയാ മനുഷ്യ, നീ പാപിയാണ്. കർത്താവിന് നീ എവിടെ? നീ കതറിട്ടത് കൊണ്ടോ വേദപുസ്തകം പ്രസംഗിച്ചതുകൊണ്ടോ നീ എനിക്ക് മാനസാന്തരം വന്നോ? നീ വരമുള്ള പട്ടണത്തിലാണോ അതോ വോട്ട് വാങ്ങി വോട്ടിന് വേണ്ടിയിട്ടാണോ നീ തന്ത്രങ്ങൾ വരയുന്ന? നിന്റെ കുതന്ത്രങ്ങൾക്കൂടെ ഒന്നും സ്വർഗരാജ്യത്ത് ചെല്ലാൻ പറ്റില്ല. വേണമെങ്കിൽ ക്രൈസ്തവരെ ബന്ധപ്പെട്ട് നിനക്ക് മയക്കെടുക്കാൻ പറ്റും. കാരണം അവരിങ്ങനെ ഏത് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. അവരങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും. എൻ്റെ ഏരിയ സ്ഥിരതയില്ല. കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അതിന് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സംശയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഏരിയ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാണ് അല്ലേലിയ, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടണം. ഏത് മനുഷ്യൻ രക്ഷിക്കപ്പെടണം, ഏത് ജാതിയിലുള്ളവരും രക്ഷിക്കപ്പെടണം. അതാണായാലും പെണ്ണായാലും രക്ഷിക്കപ്പെടണം, കറുത്തവനായാലും വെളുത്തവനായാലും രക്ഷിക്കപ്പെടണം, സവർണനായാലും അവർണനായാലും രക്ഷിക്കപ്പെടണം. അവൻ ആദിവാസിയാണെങ്കിലും വലിയ ഇനി ഇവിടുത്തെ അല്ലെങ്കിൽ വലിയ തമ്പുരാനാന്ന് പറഞ്ഞാലും രക്ഷിക്കപ്പെടണം. ക്രൈസ്തവോ എല്ലാവരും രക്ഷിക്കപ്പെടണം. വഴിയിൽ കിടക്കുന്ന യാചകം തൊട്ട് ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരത്തിൽ, യൗവനത്തിലും, വാർദ്ധക്യത്തിലും, ധ്യാനം, വൃത്തരും, വസന, യാചകരും, ഓർഫണേജ്, ഓട്ടേജ്, തടറയിൽ കിടക്കുന്ന സകല മാനവുകളും ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിതൊട്ട് കൊട്ടാരത്തിൽ പരം പാർക്കുന്ന സകല ജനവും രക്ഷിക്കപ്പെടണം. വരമുള്ള പട്ടണത്തിലേക്ക് വരണം. രക്ഷയുടെ മതിലുകൾക്കകത്ത്, ആ കൊത്തളങ്ങൾക്കകത്ത് വരണം. യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നീ വരണം. പ്രൈസ്. ഇത് വേദപുസ്തകം ഞാൻ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് വേദപുസ്തകം പ്രസംഗിക്കാൻ ഇഷ്ടം, അല്ലാതെ വേറൊന്നും പറയാൻ ഇഷ്ടമില്ല. മനുഷ്യനെ ദൈവമാക്കി ഒരിക്കലും ഞാൻ പ്രസംഗിക്കുന്നില്ല. മനുഷ്യനെ ദൈവമാക്കാനും മനുഷ്യ ദൈവമാക്കി പ്രസംഗിക്കാനും വേദപുസ്തകത്തിൽ പ്രമാണമില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടുത്തെ മനുഷ്യ ദൈവങ്ങളെ ഒന്നും പറയുന്നില്ല. പ്രൈസ്. നമുക്ക് യേശുവിനെ പറയാനുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്ന സകല ഭൂവാസികളുമായുള്ളവരെ ഏകരേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:20 പറഞ്ഞ സകല ഭൂവാസികളുമായുള്ളവരെ ഏകരേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവി. കണ്ടോ, സകല ഭൂവാസികളും ഏകലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഹല്ലേലൂയ. എന്നാൽ വചനപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 16:31 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷപ്പെടുമെന്ന് റോമർ 10:13 കിടപ്പുണ്ട്. യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താ നീ രക്ഷിക്കപ്പെടും. റോമർ 10:9. ഹല്ലേലൂയ. സ്തോത്രം. പഴയ നിയമത്തിൽ നോഹയുടെ പെട്ടകം രക്ഷയുടെ അടയാളമായിരുന്നു. ഇന്ന് ക്രിസ്തുവെന്ന മഹത്തായ പെട്ടകത്തെ നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരണം. നോഹയുടെ പെട്ടകം രക്ഷയ്ക്ക് മാതൃകയാണെങ്കിൽ ഇന്ന് ആ പെട്ടകം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അവനിലേക്ക് വരുമ്പോൾ അവൻ നിങ്ങളെ സുരക്ഷിതരാക്കി മാറ്റും. യേശുവിലേക്ക് വരുമ്പോൾ
നിങ്ങൾ സുരക്ഷിതരായി മാറും. അല്ലിയ അവൻ നിങ്ങൾക്ക് ഉറപ്പുള്ള കോട്ടയായി മാറും. യേശു നിങ്ങൾക്ക് ഉറപ്പുള്ള കോട്ടയായി നിങ്ങളെ ഉറപ്പുള്ള പട്ടണത്തിലേക്ക്, രക്ഷയുടെ കൊത്തളങ്ങൾ, രക്ഷയുടെ മതിലുകൾക്കകത്ത് അവൻ നിന്നെ കൊണ്ടുവരും. അല്ലേലൂയ. ഒരു രാഷ്ട്രീയ തലവൻ പെട്ടെന്ന് ബോംബിന് ഇരയായപ്പോൾ അയാളുടെ ശരീരം ഛിന്നഭിന്നമായി പോയി. അത്രമാത്രം പേരും പുകഴ്ചയും മാന്യതയും പ്രാപിച്ച മനുഷ്യന്റെ ആത്മാവ് ഭക്തനായി പുറത്തേക്ക് വന്ന് അവന്റെ ആത്മാവിന് രക്ഷയുടെ വസ്ത്രം കിട്ടിയില്ല. രാജ്യത്തിന്റെ പ്രമാണിയായിരുന്നു, രാജ്യത്തിന്റെ രാഷ്ട്രം ഉന്നതനായിരുന്നു. പെട്ടെന്നുണ്ടായ യുദ്ധത്തിൽ ബോംബാക്രമണത്തിൽ രാജ്യത്തിന്റെ തലവൻ മരിച്ചുപോയുടെ ശരീരം ഛിന്നഭിന്നമായി മാറി. അവരെ നാട്ടിൽ പേരും പുകഴ്ചയും പ്രശസ്തികളുടെ, പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ ചിഹ്നിച്ചിത്രി കിടക്കുന്ന ശരീരത്തിന് രക്ഷയുടെ അനുഭവം കിട്ടില്ല. കാരണം അവൻ ഭൂമി വെച്ച് രക്ഷയെ അറിഞ്ഞില്ല. അവൻ ഇവിടുത്തെ പ്രമാണിയായിരുന്നു, പക്ഷെ സ്വർഗത്തെ അറിഞ്ഞില്ല. അല്ലേലൂയ. അതുകൊണ്ട് സാത്താൻ അവനെ ഒരു തെരുവു നായെ പോലെ വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച എത്ര പരിതാപകരമായി മാറും. വലിയ മൂർഖൻ പാമ്പിന്റെ മുമ്പിൽ ചെറിയ കോഴിക്കുഞ്ഞ് ഭയന്ന് വിറയ്ക്കുന്നത് പോലെ മൂർഖന്റെ സ്വഭാവമുള്ള അണലി വിഷമുള്ള സാത്താൻ നിന്നെ വലിച്ചുകൊണ്ട് ഇഴച്ചുകൊണ്ട് പോകാതെ നീ മടങ്ങി വരണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എത്ര വലിയവനായിരുന്നാലും കോടാനുകോടി രൂപയുടെ പണം, ലോകത്തിലെ ഒന്നാമത്തെ കോടീശ്വരനാരാന്ന് എനിക്കറിയത്തില്ല, രണ്ടാമതും അന്ന് എനിക്കറിയാം. നീ ലോക രാജ്യ കണക്കിൽ നീ എത്ര വലിയ കോടീശ്വരനായിരുന്നാലും, കോടീശ്വരന്മാരുടെ പട്ടികയിൽ നീ ഒന്നാമത്തേനായിരുന്നാലും, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി പിതാവായി സ്വീകരിച്ച് രക്ഷയുടെ കോട്ടയ്ക്കുള്ളിൽ വരാതെ ആ രക്ഷയുടെ മതിലുകൾക്ക് കൊത്തളങ്ങൾക്ക് താൻ ബലമുള്ള പഠനം ക്രിസ്തുവാകുന്ന അനുഭവത്തിൽ വന്നില്ലെങ്കിൽ നിന്റെ മരണാനന്തരം നരകാഗ്നി തന്നെയാണ്. വേദപുസ്തകം വായിച്ചു, ഞങ്ങൾ പറയുന്ന കള്ളമാണെങ്കിൽ വേദപുസ്തകം വായിച്ചു, മാനസാന്തരപ്പെട്ട് മടങ്ങി വാ സഹോദര. ഇന്നത്തെ പ്രഭാതം നീ കണ്ണു ചിമ്മി എഴുന്നേൽപ്പാൻ, നിന്റെ കാലൂന്നി നിൽപ്പാൻ ദൈവം നിനക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പ്രഭാതം കണ്ണു തുറന്ന് നീ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് രക്ഷയ്ക്കൊരു അവസരം ദൈവം തന്നതാണ്, മാനസാന്തരപ്പെടാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം വാക്യം. ഹല്ലേലൂയ. അന്നാളിൽ അവർ യഹൂദാദേശത്ത് ഈ പാട്ട് പാടും, നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. ഹല്ലേലൂയ. പ്രവാചക സന്ദേശിന്റെ പകൽ നിന്നോടാ സംസാരിച്ചതിന്റെ കുടുംബത്തോടാണ്. രക്ഷയ്ക്കൊരു അവസരം തന്നിരിക്കുക, ഒരു ദിവസം തന്നിരിക്കുക. നഷ്ടപ്പെടുത്തി കളയരുത്. ഏത് സമയത്തും മരണം വരാം. മരണാനന്തരം സാത്താനിനെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകരുത്. നീ രക്ഷയുടെ അനുഭവത്തിൽ ആണെങ്കിൽ നിന്റെ മരണാനന്തരം നീ ചിറക് വെച്ച് പറക്കുന്ന പ്രാവിനെ പോലെ നീ കർത്താവിലേക്ക് പറഞ്ഞു വരും. അല്ലെങ്കിൽ സാത്താനെ വലിച്ചിരിക്കും. കണ്ണുകൾ അടച്ചാട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് വരെ രക്ഷയുടെ മതിലുകൾക്ക് കൊത്തളങ്ങൾ വന്നില്ലെങ്കിൽ, ഉറപ്പുള്ള പട്ടണം നീ പ്രാപിച്ചില്ലെങ്കിൽ, ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടു. കർത്താവേ, അങ്ങേ എനിക്ക് ആവശ്യമാണ്, അങ്ങയുടെ സംരക്ഷണം എനിക്ക് ആവശ്യമാണ്. ഈ ലോകം എനിക്ക് വേണ്ട. മരണാനന്തരം എൻ്റെ ജീവിതം നിത്യതയില് അങ്ങയുടെ പരിപ്പാൻ ഇവിടെ രക്ഷയുടെ മതിലുകൾക്കകത്ത് കൊത്തളങ്ങളിൽ എന്നെ ആക്കിയ ഉറപ്പുള്ള പട്ടണത്തിലേക്ക് എന്നെ നടത്തണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചില്ല. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെടും നല്ല സമയം അതിനെ കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടിക്കധികം ജനത്തിന്റെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ അതിൽ വീടുകിടക്കുന്ന സകല ജനങ്ങൾ മടങ്ങി വന്ന്, പ്രത്യേകിച്ച് പ്രവാസത്തിൽ കിടന്ന ജനം യഹൂദദേശത്ത് മടങ്ങി വന്ന് ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ചു. നമുക്ക് ബലമുള്ളൊരു പട്ടണമുണ്ട്, രക്ഷയുടെ മതിലുകൾക്കും രക്ഷയുടെ കൊത്തളങ്ങളുണ്ടെന്ന് പറഞ്ഞ് പാടി സ്തുതിച്ചു വരും ജനത്തെ ഒരുക്കണമേ. പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണ് ആരും സ്വയം നഷ്ടപ്പെട്ട് നിത്യ നരകത്തിലേക്ക് പോകാതെ ഒരു മടങ്ങി വരെ കൊടുക്കണമേ. ഞങ്ങളുടെ ദൈവമക്കളെ ദൈവദാസന്മാരെ എല്ലാം ഓർക്കുന്നു. സകല ജനത്തെ ലോകമുള്ള 800 കോടി ജനത്തെ ഓർക്കുകയാണ്. എണ്ണത്തിൽപ്പെടാത്തവർ എല്ലാവർക്കും ഈ രക്ഷയുടെ അനുഭവത്തേക്ക് വരുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.